ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് നിയമസഭയിൽ തുടക്കമാവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയും മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശവും ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ചേക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഭരണപക്ഷവും ഉന്നയിക്കാനാണ് സാധ്യത. നിയമസഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ആലോചിക്കാൻ UDF പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ ചേരും. വിവരങ്ങളുമായി ചേരുന്ന ആർ ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പറയാനുള്ള ഒരുപാട് വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വിഷയങ്ങളുടെ ധാരാളിത്തമാണ്. ഏത് വിഷയം എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ വരും എന്നൊക്കെ ഒരു ഫ്ലോർ സ്ട്രാറ്റജി ആലോചിക്കുന്നുണ്ടോ ഭരണപക്ഷവും പ്രതിപക്ഷവും? ശ്രീജിത്ത്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നിയമസഭ ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ശൂന്യവേളയിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള ആധാരമാകുന്ന വിഷയം എന്തായിരിക്കും എന്നതാണ്. എന്നാൽ ഇതുവരെ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്നൊരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്ന ഒരു തന്ത്രം UDF ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമസഭയിലെ ഫ്ലോറിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ 8:15 ഇന്ന് UDFിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും സഭയിലെ തന്ത്രങ്ങൾക്ക് രൂപം നൽകുക. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്നലെ അദ്ദേഹത്തിന് പനിയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും കാരണം വിശ്രമത്തിലായിരുന്നു. അദ്ദേഹം ഇന്നു മുതൽ സഭയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വിഷയങ്ങൾ സഭാതലത്തിൽ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്, ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ്റെ വർഗീയ പരാമർശവുമാണ്. അദ്ദേഹം പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും അതിൻ്റെ അലയലുകൾ ഇനിയും അടങ്ങിയിട്ടില്ല. വർഗീയ ഒരു അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന ആരോപണമാണ് UDF പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമോ എന്ന കാര്യമുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിനെതിരെ സർക്കാരിനാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാനുമുണ്ട്. അത്തരത്തിലുള്ള ഈ വിഷയങ്ങൾ ഭരണപക്ഷത്തു നിന്നും ശക്തമായി ഉയരും. ഇന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റിവയ്ക്കപ്പെടാൻ പോകുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ്. നന്ദി പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നത് CPIMൻ്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ TP രാമകൃഷ്ണനാണ്. അദ്ദേഹമാണ് നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതിനുശേഷം ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ശക്തനായ നേതാക്കൾ സംസാരിക്കും. രാഷ്ട്രീയം പറയാൻ ഒരു വിലക്കുമില്ലാത്ത ചർച്ചയാണ് ഈ നന്ദി പ്രമേയ ചർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഴിമതി ആരോപണങ്ങൾ, മറ്റ് രാഷ്ട്രീയ തർക്ക വിഷയങ്ങളൊക്കെ തന്നെ ഈ ചർച്ചയിൽ മാറ്റിവയ്ക്കപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.